ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായം. അതിൽ 40-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചവിംശോധ്യായഃ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ പുർവർഷാണാമയുധം ജലേ പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസ്വാസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനിഃ സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധധീ ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്ഛേത കർമ്മഭിः ഗൃഹേഷു കൂടധർമ്മേഷു പുത്രദാരധനാർത്ഥധീ ന പരം വിന്ദത്തെ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സപ്ജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശഃ ഏതേ ത്വാം സംപ്രതീക്ഷന്തെ സ്മരന്തോ വൈശസം തവ സംപരേതമയക്കൂടൈച്ഛിന്ദന്ത്യുത്ഥിതമന്യവഃ. അത്ര തേ കഥയിഷ്യേമുമിതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധഗതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹശ്രവാः തസ്യാവിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിതഃ. സോന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു നാനുരൂപം യദാ വിന്ദദഭൂത് സവിമനാ ഇവ ന സാധു മേ നേതാഃ സർവാ ഭൂതലേ യാവതീ പുരാ കാമാൻ കാമയമാനോऽസൗ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വഥ സാനുഷു ദദർശ നവഭിർദ്വാർഭിः പുരം ലക്ഷിതലക്ഷണാം. പ്രാകാരോപവനാട്ടാലപരിഖൈരക്ഷതോരണൈः സ്വർണരൗപ്യായസൗ ശൃംഗൈः സംകുലാം സർവതോ ഗൃഹൈः നീലസ്ഫടികവൈഡൂര്യമുക്താമരതകാരുണൈः ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ സഭാചത്വരരഥ്യാഭിരാക്രീഡായതനാപണൈः ചൈത്യധ്വജപതാകാഭിര്യുക്താ വിദ്രുമവേദിഭിः. പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹംഗാളികുലകോലാഹലജലാശയേ ഹിമനിർഝരവിപൃഷ്മൽകുസുമാകരവായുനാ ചലൽപ്രവാളവിടപനളിനീതടസമ്പദി നാനാരണ്യമൃഗവ്രാതൈരനാബാധേ മുനിവ്രതൈः ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈः യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈः. പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രതിഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭ അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം വിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ജലതീം നൂപുരൈർദേവതാമിവ സ്തനൗ വ്യഞ്ജിതകൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. താമാഹലടിതം വീര സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗപുംഖേന സ്പൃഷ്ടപ്രേമോദ്ഭ്രമദ്ഭ്രുവാ. ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിജിന്വതി കിം മുനിവദ്രഹോ വനേ ത്വദംഘ്രികാമാപ്തസമസ്തകാമം ക്വ പത്മകോശഃ പതിതക്കരാഭ്യാം. ക ഏതേനു പഥായേത ഏകാദശ മഹാഭടാഃ ഏതാവാലനാഃ സുഭ്രു കോയം ദേഹി പുരസ്സരഃ. ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിചിന്വതി കിം മുനിവദ്രഹോ വനേ ത്വദംഘ്രികാമാപ്തസമസ്തകാമം ക്വ പത്മകോശഃ പതിതക്കരാഭ്യാം.
നാസാം വരോർവന്യതമാ ഭുവിസ്പൃക് പുരീമിമാം വീരവരേണ സാകം അർഹസ്യലം കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവയജ്ഞപുംസാ യദേശമാപാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിതവിഭ്രമദ്ഭ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവ പ്രബാധതേധാനുഗൃഹാണശോഭനേ തദാനനം ശുഭ്രസുതാരലോചനം വ്യാളംബിനീലാളകവൃന്ദസംവൃതം ഉന്നീയ മേ ദർശയവദ്ഗുവാചകം യദ്വ്രീഡയാനാഭിമുഖം ശ്രുതിസ്മിതേ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം നാരീ യാചമാനമധീരവത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത ന വിദാമ വയം സമ്യക് കർത്താരം പുരുഷർഷഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ ചയൽ കൃതം ഇഹാദ്യസന്തമാത്മാനം വിദാമന തതഃ പരം ഏനേയം നിർമ്മിതാ വീര പുരീശരണമാത്മനഃ ഏതേ സഖായ സഖ്യോ മേ നരാനാര്യശ്ച മാനദാ സുപ്തായാം മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം ദിഷ്ട്യാഗതോസി ഭദ്രം തേ ഗ്രാമ്യാൻ കാമാനഭീപ്സസേ ഉദ്വഹിഷ്യാമി താം സ്തേഹം സ്വബന്ധുഭിര അരിന്ദമാം ഇമാം ത്വമധിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹാന കാമഭോഗാൻ ശതം സമാഹ കം नु त्वदन्यं രമയേ ഹ്യരതിജ്ഞമകോവിദം അസംപരായാഭിമുഖമശ്വസ്തന വിദം പശും ധർമ്മോ ഹ്യത്രാർത്ഥകാമോ ച പ്രജാനന്ദോ മൃതം യശഃ ലോകാ വിശോകാ വിരജ യാന്ന കേവലിനോ വിദുഃ പിതൃദേവർഷിമർത്യാനാം ഭൂതാനാമാത്മനശ്ച ക്ഷേമ്യം വദന്തി ശരണം ഭവേസ്മിൻ യദ്ഗൃഹാശ്രമഃ. ഇനി അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. കാ നാമ വീരവിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം. കാ നാമ വീരവിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം. അല്ലയോ വീര, പ്രസിദ്ധനും ഉദാരനും സുന്ദരനും പ്രിയനും സ്വയം വന്നെത്തിയവനും ആയിരിക്കുന്ന അങ്ങയെപ്പോലെ ഉള്ളവനെ എന്നെപ്പോലത്തെ ഏതൊരുവൾ ഭർത്താവായിട്ട് വരിക്കാതിരിക്കും. അങ്ങയെപ്പോലുള്ള ഒരാളെ എങ്ങനെയാണ് ഞാൻ ഭർത്താവായിട്ട് വരിക്കാതിരിക്കുക ചോദിക്കണം. ആ പുരഞ്ജരനെ കണ്ട ആ ബുദ്ധി എന്ന സ്ത്രീ. കാ നാമ വീരവിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം. അല്ലയോ വീര, ഹേ വീര, ആ പ്രസിദ്ധനും കാ നാമ വീര ഏതൊരുവളാണ്, കാ നാമ ഏതൊരുവളാണ്, അല്ലയോ വീര, വിഖ്യാതനും അതുപോലെ ഉദാരൻ വദാന്യം എന്ന് പറഞ്ഞാൽ ഉദാരനും അതുപോലെ സുന്ദരൻ പ്രിയദർശനൻ സുന്ദരൻ ഇങ്ങനെയൊക്കെയുള്ള സുന്ദരനും പ്രിയദർശനം പ്രിയനും പ്രാപ്തനും സ്വയം വന്നെത്തിയവൻ ആയിരിക്കുന്ന ത്വാദൃശം അങ്ങേപ്പോലുള്ള അവനെ ആരാണ്, എന്നെപ്പോലെയുള്ള കാനാമ എന്നെപ്പോലെയുള്ള ആരാണ്, ഏതൊരുവളാണ്, പതിം ഭർത്താവായിട്ട് വൃണീത വരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പദങ്ങൾ നോക്കാം. ഹേ വീര, അല്ലയോ വീര, വിഖ്യാതം പ്രസിദ്ധനും, വദാന്യം ഉദാരനും, പ്രിയദർശനം സുന്ദരനും, പ്രിയം പ്രിയനും, പ്രാപ്തം സ്വയം വന്നെത്തിയവനും ആയിരിക്കുന്ന ത്വാദൃശം അങ്ങേപ്പോലെയുള്ളവനെ, മാതൃശി എന്നെപ്പോലത്തെ, കാനാമ ഏതൊരുവളാണ്, പതിം ഭർത്താവായിട്ട്, ന വൃണീത വരിക്കാതിരിക്കും.
ഒന്നുകൂടി പറയാം. ഹേ വീര, അല്ലയോ വീര, വിഖ്യാതം പ്രസിദ്ധനും, വദാന്യം ഉദാരനും, പ്രിയദർശനം സുന്ദരനും, പ്രിയം പ്രിയനും, പ്രാപ്തം സ്വയം വന്നെത്തിയവനും ആയിരിക്കുന്ന ത്വാദൃശം അങ്ങയെപ്പോലെയുള്ള, മാതൃശി എന്നെപ്പോലത്തെ, കാനാമ ഏതൊരുവളാണ്, പതിം ഭർത്താവായിട്ട്, ന പ്രണീത വരിക്കാതിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അന്വയം വന്നിട്ട് ഹേ വീര വിഖ്യാതം വദാന്യം പ്രിയദർശനം പ്രിയം പ്രാപ്തം ത്വാദൃശം മാതൃശീ കാനാമ പതിം ന പ്രണീത. ഒന്നുകൂടി പറയാം. ഹേ വീര വിഖ്യാതം വദാന്യം പ്രിയദർശനം പ്രിയം പ്രാപ്തം ത്വാദൃശം മാതൃശീ കാനാമ പതിം ന പ്രണീത. അല്ലയോ വീര, പ്രസിദ്ധനും ഉദാരനും സുന്ദരനും പ്രിയനും സ്വയം വന്നെത്തിയവനുമായിരിക്കുന്ന അങ്ങയെപ്പോലെയുള്ളവനെ എന്നെപ്പോലത്തെ ഏതൊരുവളാണ് ഭർത്താവായി വരിക്കാതിരിക്കുക. അപ്പോൾ അങ്ങയെ അല്ലാതെ ആരെയാണ് രമിപ്പിക്കുക? അന്യരെല്ലാം കാമഭോഗത്തിൽ അജ്ഞരും അസമർത്ഥരും, ഇഹലോകത്തെ പറ്റിയോ പരലോകത്തെ പറ്റിയോ നാളത്തെ എന്തെന്നതിനെ പറ്റിയോ ഒന്നും അറിയാത്തവരും മൃഗപ്രായരുമാണ്. ആ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ധർമാർത്ഥകാമങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥങ്ങളും പുത്രപൗത്രാദി സൗഖ്യവും യശസ്സും പുണ്യലോകപ്രാപ്തിയും മോക്ഷവും സമ്പാദിക്കാം. ആ ഗൃഹസ്ഥാശ്രമത്തെ ത്യജിച്ചവർക്ക് ഇതൊന്നും അറിവില്ല. പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, മനുഷ്യർ, ആത്മാവ് എന്നിവർക്കെല്ലാം ക്ഷേമത്തിനുള്ള അവസ്ഥയായിട്ടാണ് ഗൃഹസ്ഥാശ്രമത്തെ വിവേകികൾ വീക്ഷിക്കുന്നത്. അല്ലയോ വീര, കീർത്തിമാനും ദാനശീലനും കാൺമാൻ യോഗ്യനും ഇങ്ങോട്ട് വന്നവനും പ്രിയനും ആയ അങ്ങയെപ്പോലെയുള്ള ഒരാളെ എന്നെപ്പോലെ പതിയെ അന്വേഷിക്കുന്ന ഏവളാണ് വരിക്കാതിരിക്കുക, അല്ലയോ വരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറയുന്നത്. അപ്പോൾ വീര, പ്രശസ്തനും ദാനശീലനും സുന്ദരനും അങ്ങയെപ്പോലെ പ്രിയപ്പെട്ടവനും സ്വയം ഇങ്ങോട്ട് വരുന്നവനുമായിരിക്കുന്ന പതിയെ എന്നെപ്പോലെ പതിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു സ്ത്രീയാണ് വരിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ വീര, സുപ്രസിദ്ധനും ഉദാരമനസ്സുള്ളവനും സൗന്ദര്യം തികഞ്ഞവനും ഭാഗ്യത്താൽ ലഭിച്ചവനുമായിരിക്കുന്ന അങ്ങയെപ്പോലുള്ള പ്രിയനെ എന്നെപ്പോലുള്ള ഏതൊരുവൾ വരിക്കയില്ല. ഗുണപൂർണനായിരിക്കുന്ന ഭർത്താവിനെ ലഭിക്കുമ്പോൾ ഗുണജ്ഞയായിരിക്കുന്ന ഏതൊരുവളും സ്വീകരിക്കും. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ഹേ വീര, പ്രിയദർശനം ത്വാദൃശൻ, പ്രിയൻ ആയിട്ടുള്ളവൻ, അങ്ങയുടെ ദർശനം എന്നെപ്പോലെ, ത്വാദൃശം പതിം പ്രാപ്തം, എന്നെപ്പോലെയുള്ളവർക്ക് പതിയായിട്ട് പ്രാപ്തം, അങ്ങയെപ്പോലെയുള്ളവരെ ഉള്ള ഒരാളെ, പ്രിയനായിരിക്കുന്ന ഒരാളെ പതിയായിട്ട് പ്രാപിക്കുക. മാതൃശീ കാന്ന വൃണീത, എനിക്ക് എങ്ങനെ അങ്ങയെ സ്വീകരിക്കാതിരിക്കും എന്നുള്ളതാണ്. ഹേ വീര, പ്രിയദർശനം ത്വാദൃശം പതിയും, പ്രിയനായിരിക്കുന്ന അങ്ങയെപ്പോലുള്ള പതിയെ പ്രാപ്തം കിട്ടിയാൽ, മാതൃശി എന്നെപ്പോലെയുള്ളവർ കാന വൃണീത ആരാണ് വരിക്കാതിരിക്കുക. അപ്പോൾ ഒന്നുകൂടി വായിക്കാത്ത വ്യാഖ്യാനം. ഹേ വീര, പ്രിയദർശനം ത്വാദൃശം പതിം പ്രാപ്തം മാതൃശി കാന വൃണീത ആണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 42-ാമത്തെ ശ്ലോകം. കസ്യാമനസ്തേ ഭുവി ഭോഗി ഭാഗയോ സ്ത്രീയാ ന സജ്ജേദ്ഭുജയോർമഹാഭുജ യോ നാഥവർഗാധിമലം കൃണോദ്ധത സ്മിതാവലോകേന ചരത്യപോഹിതം
കസ്യാമനസ്തേ ഭുവി ഭോഗി ഭാഗയോ സ്ത്രിയാ ന സജ്ജേദ്ഭുജയോർമഹാഭുജ യോ നാഥവർഗാധിമലം കൃണോദ്ധത സ്മിതാവലോകേന ചരത്യപോഹിതം. അല്ലയോ ആജാനബാഹുവായിട്ടുള്ളവനെ എന്നാണ് പുരഞ്ജരനെ അവിടെ വിളിക്കുന്നത്. അല്ലയോ ബാഹുവായിട്ടുള്ളവനെ മഹാഭുജ. കസ്യാമനസ്തേ ഭുവി ഭോഗയോ യാതൊരു അങ്ങുന്ന ആ അനാഥവർഗത്തിൻ്റെ ആ കാരുണ്യം കലർന്ന മന്ദഹാസാവലോകനത്താൽ മുഴുവനും അവരുടെ ആ ദൈന്യത്തെ മുഴുവനും ദൂരീകരിക്കുവാൻ ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നുവോ അങ്ങനെയുള്ള ആ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട കൈത്തണ്ടകളോട് ഒതുങ്ങുവാൻ ഏതൊരുത്തിയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക. കസ്യാ മനസ്തേ ഭുവി ഭോഗയോഹോ, ആരുടെ മനസ്സാണ് ഈ ഭുവനത്തിൽ ഈ ഭൂമിയിൽ ഭോഗയോഹോ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട സ്ത്രീയാ ന സജ്ജേത് ഭുജയോർ മഹാഭുജ, കൊഴുത്തുരുണ്ട ഭുജയോഹോ എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ ഒതുങ്ങുവാൻ ഏത് സ്ത്രീയാണ്, കസ്യാ സ്ത്രീയ, ഏത് സ്ത്രീയാണ്, മനഃ ഏത് സ്ത്രീയുടെ മനസ്സാണ്, ന സജ്ജതേ ന സജ്ജേൽ കൊതിക്കാതിരിക്കുക, ആരുടെ ഏതു സ്ത്രീയാണ് ആ ആജാനുബാഹുവായിട്ടുള്ള അങ്ങയുടെ ആ സർപ്പ ശരീരം പോലെ കൊഴുത്തുരുണ്ട ആ കൈത്തണ്ടകൾക്കിടയിൽ ഒതുങ്ങുവാൻ ഏത് സ്ത്രീയാണ് കൊതിക്കാതിരിക്കുക എന്നുള്ളതാണ് വരുന്നത്. കസ്യാമനസ്തേ ഭുവി ഭോഗി ഭോഗയോ സ്ത്രീയാന സജ്ജേൽ ഭുജയോർ മഹാഭുജ യോ നാഥവർഗാധിമലം. അങ്ങുന്ന് ആ അനാഥവർഗത്തിൻ്റെ ആ ദൈന്യത്തെ, മലം ഘൃണോദ്ധത, ആ ദൈന്യത്തെ ആ കാരുണ്യം കലർന്ന മന്ദഹാസാവലോകനത്താൽ മുഴുവനും ദൂരീകരിക്കുവാൻ, അതാണ് ഇവിടെ യോനാഥവർഗാധിമലം ഗൃണോദ്ധത സ്മിതാവലോകേന ചരത്യപോഹിതും, ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നുവോ അങ്ങയുടെ ആ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട കൈത്തന്തകൾക്കിടയിൽ ഒതുങ്ങുവാൻ ഏതൊരുത്തിയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക. കസ്യാമനസ്തേ ഭുവി ഭോഗയോ സ്ത്രീയാന സജ്ജേത് ഭുജയോർ മഹാഭുജ യോ നാഥവർഗാധിമലം ഘൃണോദ്ധതസ്മിതാവലോകേന ചരത്യപോഹിതും. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ മഹാഭുജ, അല്ലയോ ആജാനുബാഹുവായിട്ടുള്ളവനെ, യഹ യാതൊരു അങ്ങുന്ന്, വർഗാധിം അനാഥവർഗത്തിൻ്റെ ദൈന്യത്തെ, ഘൃണോദ്ധതസ്മിതാവലോകേന കാരുണ്യം കലർന്ന മന്ദഹാസാവലോകനത്താൽ, അലം മുഴുവനും, അപോഹിതും ദൂരീകരിക്കുവാൻ, ഭൂമിയിലെങ്ങും ചരതി സഞ്ചരിക്കുന്നുവോ, തേ അങ്ങയുടെ ഭോഗയോഹോ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട ഭുജയോഹോ കൈത്തണ്ടകൾക്കിടയിൽ ഒതുങ്ങുവാൻ, കസ്യാ സ്ത്രീയാ ഏതൊരുത്തിയുടെ മനമാണ്, ന സജ്ജേത കൊതിക്കാതിരിക്കുക. എന്നുകൂടി പറയാം. ഹേ മഹാഭുജ, അല്ലയോ ആജാനുബാഹുവായിട്ടുള്ളവനെ, യഹ യാതൊരു അങ്ങുന്ന്, അനാഥവർഗത്തിൻ്റെ ദൈന്യത്തെ, ഘൃണോദ്ധതസ്മിതാവലോകേന കാരുണ്യം കലർന്ന മന്ദഹാസാവലോകനത്താൽ, അലം മുഴുവനും, അപോഹിതും ദൂരീകരിക്കുവാൻ, ഭൂമിയിലെങ്ങും ചരതി സഞ്ചരിക്കുന്നുവോ, തേ അങ്ങയുടെ
ഭോഗിഭോഗയോ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട ഭുജയോ കൈത്തണ്ടകൾക്കിടയിൽ ഒതുങ്ങുവാൻ കസ്യാ സ്ത്രീയാഹ ഏതൊരുത്തിയുടെ മനമാണ് ന സജ്ജേത കൊതിക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് ഹേ മഹാഭുജ യഹ അനാഥവർഗാധിം ഘൃണോദ്ധതസ്മിതാവലോകേന അലം അപോഹിതും ഭുവി ചരതി തേ ഭോഗിഭോഗയോ ഭുജയോ കസ്യാ സ്ത്രിയഃ മനഃ ന സജ്ജേത. എന്നുകൂടി പറയാം. ഹേ മഹാഭുജ യഹ അനാഥവർഗാധിം ഘൃണോദ്ധതസ്മിതാവലോകേന അലം അപോഹിതും ഭുവി ചരതി തേ ഭോഗിഭോഗയോ ഭുജയോ കസ്യാ സ്ത്രീയാഃ മനഃ ന സജ്ജേത. അല്ലയോ ആജാനുബാഹുവായിട്ടുള്ളവനെ, യാതൊരാൾ അങ്ങുന്ന ആ അനാഥവർഗത്തിൻ്റെ ദൈന്യത്തെ ആ കാരുണ്യം കലർന്ന മന്ദഹാസാവലോകനത്താൽ മുഴുവനും ദൂരീകരിക്കുവാൻ ആ ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നുവോ, അങ്ങയുടെ ആ സർപ്പശരീരം പോലെ കൊഴുത്തുരുണ്ട ആ കൈത്തണ്ടകൾക്കിടയിൽ ഏതൊരുത്തിയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക, ഒതുങ്ങുവാൻ ഏതൊരുത്തിയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം വരുന്നത്, അങ്ങയെപ്പോലെയുള്ള ഒരാളെ എന്നെപ്പോലെ പതിയെ അന്വേഷിക്കുന്ന ഏവളാണ് ഭരിക്കാതിരിക്കുക. അല്ലയോ ആജാനബാഹുവായുള്ള ആ സർപ്പത്തിൻ്റെ ശരീരത്തിനോട് തുല്യമായ അങ്ങയുടെ ആ കൈകളുടെ വശ്യതയിൽ ഏതൊരു സ്ത്രീയുടെ മനസ്സാണ് പതിയാതിരിക്കുക. ജീവകാരുണ്യത്തിൽ പുറപ്പെടുന്ന അങ്ങയുടെ മന്ദഹാസത്തോടു കൂടിയ നോട്ടം അനാഥരുടെ മനക്ലേശത്തെ ശമിപ്പിക്കുന്നു. അതാണ് അങ്ങയുടെ സഞ്ചാരോദ്ദേശം. ഭാവനാവൈഭവം പോലെ വ്യംഗ്യർത്ഥം കൽപ്പിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, മഹാഭുജ, സർപ്പശരീരം പോലെ തടിച്ചു കൊഴുത്ത അങ്ങയുടെ കൈകളിൽ ഏത് സ്ത്രീയുടെ മനസ്സാണ് ആസക്തമാവാതിരിക്കുക. അങ്ങ് ദയ കൊണ്ട് മന്ദഹാസമധുരമായിരിക്കുന്ന കടാക്ഷത്താൽ അനാഥരുടെ ആധി നശിപ്പിച്ച് സഞ്ചരിക്കുന്നു. അപ്പോൾ യാതൊരുവൻ ആ രക്ഷിതാവില്ലാതെ ക്ലേശിക്കുന്നവരുടെ ആ മനോദുഃഖത്തെ കാരുണ്യനിമിത്തം പുറപ്പെടുന്ന ആ മന്ദഹാസയുക്തമായിരിക്കുന്ന കടാക്ഷത്താൽ നിശേഷം നശിപ്പിക്കുവാനായിട്ട് സഞ്ചരിക്കുന്നുവോ. ഹേ മഹാഭുജ, സർപ്പത്തിൻ്റെ ശരീരം പോലെ നീണ്ടുരുണ്ട് മനോഹരങ്ങളായിരിക്കുന്ന അങ്ങയുടെ ആ കൈകളിൽ ഭൂലോകത്തിലുള്ള ഏതൊരുവരുടെ മനസ്സ് പതിയാതിരിക്കും. ഏതു സ്ത്രീയും അങ്ങയെ കാമിക്കും. അതിനാൽ ഞാൻ അങ്ങയെ രമിപ്പിക്കുന്നതിൽ സന്തോഷമുള്ളവളാകുന്നു. അപ്പോൾ പക്ഷാന്തരത്തിൽ അവയവങ്ങളിൽ വെച്ച് ആ കൈകളുടെ സൗന്ദര്യത്തെ പ്രത്യേകം എടുത്തു കാണിക്കുകയാണ്. രജോഗുണപ്രധാനികൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കാൾ അധികം കർമ്മേന്ദ്രിയങ്ങളെയാണ് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഇവിടെ ആ ആത്മപക്ഷത്തിൽ സൂചിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തവ ഭുജയോഹോ, ഹേ മഹാഭുജ, അല്ലയോ ആജാനബാഹുവായിട്ടുള്ളവനെ, തവ ഭുജയോഹോ, അങ്ങയുടെ കൈകളിൽ കസ്യാ സ്ത്രീയ, ഏത് സ്ത്രീകളാണ് മനോ ന സജ്ജേത, മനോ ന സജ്ജേത. ഇവിടെ പറഞ്ഞിരിക്കുന്ന മനസ്സ്, ഏത് സ്ത്രീയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക, ഏതൊരു സ്ത്രീയുടെ മനസ്സാണ് കൊതിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ മഹാഭുജ, അല്ലയോ ആജാനുബാഹുവായിട്ടുള്ളവനെ, വലിയ മഹാഭുജങ്ങളോട് കൂടിയിട്ടുള്ളവനെ, തവ ഭുജയോ, അങ്ങയുടെ കൈകളിൽ കസ്യാ സ്ത്രീയ, ഏതു സ്ത്രീകളാണ് മനോ ന സജ്ജേത, ആ കൈ
തവ ഭുജയോ അവിടുത്തെ കൈകളെ ഏതു സ്ത്രീകളാണ് മനസ്സുകൊണ്ട് ന സജ്ജേത കുതിക്കാതിരിക്കുക. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് ഹേ മഹാഭുജ തവ ഭുജയോ കസ്യ സ്ത്രീയാ മനോ ന സജ്ജേത മനോ ന സജ്ജേത് സജ്ജേത് നേടും. ഹേ മഹാഭുജ തവ ഭുജയോ കസ്യ സ്ത്രീയാ മനോ ന സജ്ജേത്. ഏതൊരു സ്ത്രീയുടെ മനസ്സാണോ ആ കൈകളെ കൊതിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ പുരഞ്ജനൻ്റെ ആ കൈകളെ സർപ്പങ്ങളോട് ഉപമിച്ചത് തൻ്റെ കൂടെയുള്ള സർപ്പത്തെ ഭയപ്പെടേണ്ടെന്ന് കാണിപ്പാൻ. ആ കന്യകയുടെ കാവൽക്കാരനായിട്ടൊരു സർപ്പമേ ഉള്ളൂ. എന്നാൽ പുരഞ്ജനന് ബാഹുക്കളാകുന്ന 2 സർപ്പങ്ങൾ സ്വാധീനത്തിലുണ്ട്. അപ്പം കേവലം നിവൃത്തിമാർഗത്തെ അവലംബിച്ചവർക്ക് അനിഷിദ്ധവും ധർമാർത്ഥകാമങ്ങളെ പ്രദാനം ചെയ്യുന്നവയുമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. അതിനാൽ ആ ഗൃഹസ്ഥാശ്രമമാണ് അഭികാമ്യം. ആ ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമേ ഋണത്രയമോചനം സാധ്യമാവുകയുള്ളൂ, ആ കടങ്ങളെയൊക്കെ വീട്ടാൻ. അതിനാൽ ആ ഗൃഹസ്ഥാശ്രമമാണ് അഭികാമ്യം. പുരഞ്ജനിയെ വേട്ട് അവളോടൊപ്പം അവയെല്ലാം അനുഭവിപ്പാൻ ലഭിച്ച അവസരം പാഴാക്കരുത് എന്ന അർത്ഥം വരുന്നു ഇവിടെ. പുരഞ്ജനൻ്റെ അപ്പോൾ പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നാരദൻ പറയുകയാണ്. നാരദ ഉവാച ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം മിഥഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഃ. ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം മിഥഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഃ. അല്ലയോ രാജൻ, പ്രാചീന ബർഹിസേ, അവർ അങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പരസ്പരം സമ്മതിച്ചിട്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ആ ഭവനത്തിൽ പ്രവേശിച്ച് 100 വർഷക്കാലം അങ്ങനെ മുമുദാതേ മുമുദിച്ചു എന്ന് കഴിഞ്ഞാൽ സന്തോഷിച്ചു അർത്ഥം. അപ്പോൾ ആ ബുദ്ധി ആ പുരഞ്ജനനെ കല്യാണം കഴിച്ച് അവർ ആ ഗൃഹത്തിലെ ആ പുരിയിൽ അങ്ങനെ ഒരു 100 വർഷക്കാലം അവിടെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇതി തൗ ദമ്പതി, ഇപ്രകാരം ആ 2 ദമ്പതിമാർ തത്ര സമുദ്യ സമയം മിഥഃ പരസ്പരം ഇങ്ങനെ ആ സമയം അമുദ്യ ഇങ്ങനെ ആ സമയം സമ്മതിച്ച് ഈ സമയത്ത് അങ്ങനെ സമ്മതിച്ചിട്ട് താം പ്രവിശ്യ പുരീം ആ പുരിയിൽ പ്രവേശിച്ചിട്ട് രാജൻ മുമുദാതേ അവർ 100 വർഷക്കാലം മോദിച്ചു. അപ്പോൾ നാരദ ഉവാച ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം മിഥഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഃ. ഹേ രാജൻ, അല്ലയോ പ്രാചീന ബർഹിസേ, തേ അവർ തത്ര അവിടെ വെച്ച് ഇതി ഇങ്ങനെ മിഥഃ പരസ്പരം സമയം അമുദ്യ സമ്മതിച്ചിട്ട് ഇങ്ങനെ പരസ്പരം സമ്മതിച്ചിട്ട് ദമ്പതി ഭാര്യാഭർത്താക്കന്മാരായിട്ട് താം പുരീം ആ ഭവനത്തിൽ പ്രവേശിച്ചിട്ട് ശതം സമാഹ 100 വർഷക്കാലം മുമുദാതേ മോദിച്ചു. എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ പ്രാചീന ബർഹിസേ, തേ അവർ തത്ര അവിടെ വെച്ച് ഇതി ഇങ്ങനെ മിഥഃ പരസ്പരം സമയം സമുദ്യ സമ്മതിച്ചിട്ട് ദമ്പതി ഭാര്യാഭർത്താക്കന്മാരായിട്ട് താം പുരീം ആ ഭവനത്തിൽ പ്രവേശിച്ച് ശതം സമാഹ 100 വർഷക്കാലം മുമുദാതേ മോദിച്ചു. അപ്പോൾ ഹേ രാജൻ, തേ തത്ര ഇതി മിഥഃ സമയം സമുദ്യ ദമ്പതി താം പുരീം പ്രവിശ്യ ശതം സമാഹ മുമുദാതേ. എന്നുകൂടി പറയാം. ഹേ രാജൻ, തേ തത്ര ഇതി മിഥഃ സമയം സമുദ്യ ദമ്പതി താം പുരീം പ്രവിശ്യ ശതം സമാഹ മുമുദാതേ. അല്ലയോ പ്രാചീന ബർഹിസേ, അവർ അവിടെ വെച്ച് ഇങ്ങനെ പരസ്പരം സമ്മതിച്ചിട്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ആ ഭവനത്തിൽ പ്രവേശിച്ചിട്ട് 100 വർഷക്കാലം മോദിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു. അല്ലയോ പ്രാചീന ബർഹിസേ, അവർ തമ്മിൽ പരസ്പരം
ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി ആ രാജധാനിയിൽ പ്രവേശിച്ചിട്ട് 100 വത്സരക്കാലം സുഖമാം വണ്ണം താമസിച്ചു. ദം എന്നാൽ ഭാര്യ, പതി എന്നാൽ ഭർത്താവ്. ദമ്പതി എന്ന് പറഞ്ഞ ശബ്ദം ദം ച പതിശ്ച ദമ്പതി എന്ന വിഗ്രഹവാക്യപ്രകാരം ഇതരേതര ദ്വന്ദ്വസമാസം എന്ന് പറയും. അങ്ങനെ ദമ്പതി എന്ന് പറയുമ്പോൾ അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആ ഗാന്ധർവ വിധിപ്രകാരമാണ് വിവാഹം നടന്നത്. ഗന്ധർവ സമയാൻമിഥ എന്ന് സമുദ്യ എന്ന മിഥം സമയം സമുദ്യ ദമ്പതി ഭൂത്വ. ആ സമയത്ത് അവർ ദമ്പതിമാരായിട്ട് പരിണമിക്കുന്നു. പരസ്പരം സംസാരിച്ച് തീരുമാനിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ഭവിച്ചിട്ടെന്നർത്ഥം. അങ്ങനെയാണ് ദമ്പതികളാവുന്നത്. പരസ്പര ധാരണയിലൂടെയാണ്, അല്ലാതെ ദമ്പതികളായതിനു ശേഷമല്ല ധാരണ വരുന്നതെന്നർത്ഥം. അപ്പോൾ പുരഞ്ജനൻ എന്ന് പറയുന്ന ആ ജീവൻ, കന്യക ആ ബുദ്ധി, പുരം ആ ശരീരം എന്നൊക്കെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ജീവനും ബുദ്ധിയും തമ്മിൽ ചേർന്നാൽ മാത്രം പോരാ, ആ ഭൗതിക ശരീരം സ്വീകരിക്കുക കൂടി ആയാലേ ആ പൂർണ്ണമാകൂ എന്ന് കാണിപ്പാനാണ് പുരീം പ്രവിശ്യ എന്ന ആ പ്രയോഗം അവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 44-ാമത്തെ ശ്ലോകം. 44-ാമത്തെ ശ്ലോകം. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃതസ്ത്രീഭിർ ഹൃദിനീമാവിശച്ഛുചൗ. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃതസ്ത്രീഭിർ ഹൃദിനീമാവിശച്ഛുചൗ. അപ്പോൾ സ്തുതിപാഠകന്മാരൊക്കെ അതാതിടത്ത് ഭംഗിയായിട്ട് പാടിപ്പുകഴ്ത്തുന്നുണ്ട്. പാടിപ്പുകഴ്ത്തിക്കൊണ്ടും ക്രീഡിച്ചുകൊണ്ടും ആ വേനൽക്കാലത്ത് ആ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ആ ജലാശയത്തിൽ അവർ അവിടെ ഇറങ്ങി. ഗായകൈഹി ചെല്ലുന്നിടത്തൊക്കെ ആ സ്തുതിപാഠകന്മാരാൽ അവർ സ്തുതിക്കുന്നുണ്ട്. അതാതിടത്ത് ഭംഗിയായിട്ട് പാടിപ്പുകഴ്ത്തിക്കൊണ്ടും അവരങ്ങനെ ക്രീഡിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും വേനൽക്കാലത്ത് സ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ടും ആ ഒരു ജലാശയത്തിൽ ചെന്നിട്ട് അവർ ഇറങ്ങി എന്നാണ് പറയുന്നത്. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃത സ്ത്രീഭിർ ഹൃദിനീമാവിശച്ഛുചൗ. ഗായകൈഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിപാഠകന്മാരാൽ, തത്ര തത്ര അതാതിടത്ത്, ലളിതം ഭംഗിയായിട്ട്, ഉപഗീയമാനഃ പാടിപ്പുകഴ്ത്തിക്കൊണ്ടും, ക്രീഡൻ ച ക്രീഡിച്ചുകൊണ്ടും, ശുചൗ വേനൽക്കാലത്ത് എന്നർത്ഥം. ശുചൗ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് എന്നർത്ഥം. സ്ത്രീഭി സ്ത്രീകളാൽ, പരിവൃത ചുറ്റപ്പെട്ടിട്ട്, ഹൃദിനീം ആ ജലാശയത്തിൽ, ആവിശത് ഇറങ്ങി, ജലാശയത്തിൽ അവർ ഇറങ്ങി. എന്നൂടി പറയാം. ഗായകൈഹി ആ സ്തുതിപാഠകന്മാരാൽ, തത്ര തത്ര അതാതിടത്ത്, ലളിതം ഭംഗിയായിട്ട്, ഉപഗീയമാനഃ പാടിപ്പുകഴ്ത്തിക്കൊണ്ടും, ക്രീഡൻ ക്രീഡഞ്ച ക്രീഡിച്ചുകൊണ്ടും, ശുചൗ വേനൽക്കാലത്ത്, സ്ത്രീഭി സ്ത്രീകളാൽ, പരിവൃത ചുറ്റപ്പെട്ട്, ഹൃദിനീം ജലാശയത്തിൽ, ആവിശത് ഇറങ്ങി. ഗായകൈഃ തത്ര തത്ര ലളിതം ഉപഗീയമാനഃ ക്രീഡഞ്ച ശുചൗ സ്ത്രീഭിഃ പരിവൃതഃ ഹൃദിനീം ആവിശത്. സ്തുതിപാഠകന്മാരാൽ അതാതിടത്ത് ഭംഗിയായിട്ട് പാടിപ്പുകഴ്ത്തിക്കൊണ്ടും ക്രീഡിച്ചുകൊണ്ടും വേനൽക്കാലത്ത് സ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ടും അവർ ഒരിക്കൽ ജലാശയത്തിൽ ഇറങ്ങി. ഒരിടത്ത് ജലാശയത്തിൽ ഇറങ്ങി എന്നർത്ഥം. ഗായകൈഃ തത്ര തത്ര ലളിതം ഉപഗീയമാനഃ ക്രീഡൻ ച ശുചൗ സ്ത്രീഭിഃ പരിവൃതഃ ഹൃദിനീം ആവിശത്. അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ആ ഗായകവൃന്ദങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനായി ഉഷ്ണകാലത്ത് ആ ജലക്രീഡയ്ക്കായിട്ട് സ്ത്രീകളോടൊപ്പം തടാകത്തിൽ പ്രവേശിച്ചു. ശുചി എന്നാൽ ഇവിടെ ഗ്രീഷ്മകാലം എന്നർത്ഥം. ശുചിർ ഗ്രീഷ്മാഗ്നിശൃംഗാരേ ആഷാഢേ ശുദ്ധ മന്ത്രിണി എന്ന മേദിനി സൂത്രത്തിൽ പറയുന്നത്. ശുചിർ ഗ്രീഷ്മാഗ്നിശൃംഗാരേഷ്വ ആഷാഢേ ശുദ്ധമന്ത്രിണി. സൂതമാഗധ ബന്ദികൾ, സൂതന്മാര് മാഗധന്മാര് ബന്ദികൾ, ഇവരാണ് ഗായകന്മാർ.
അപ്പോൾ അധ്യാത്മപക്ഷത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ജാഗ്രതാദി അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹൃദയം സ്വാപസ്ഥാനമാകയാൽ ചതുർത്ഥ പാദത്തിൽ സുഷുപ്തി, ആദ്യ പാദങ്ങളിൽ ജാഗ്രത്. ഇവിടെ വ്യാഖ്യാതാക്കന്മാർ തമ്മിൽ അല്പം വ്യത്യാസം കാണുകയാൽ ശ്രീധരാചാര്യസ്വാമികളുടെ ആ അഭിപ്രായമാണ് കാണിച്ചിരിക്കുന്നത്. ജാഗ്രത അവസ്ഥയാണ് സൂതമാഗത ബന്ധികളുടെ ആഗാന വിശേഷണവും ക്രീഡകളും മറ്റും പ്രതിനിധാനം ചെയ്യുന്നത് എന്നർത്ഥം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള അവസ്ഥകളെ പറ്റിയ ആ അവസ്ഥകളിലുള്ള ആ പാട്ടുകളാണ് ഈ സൂതമാഗത ബന്ധികളുടെ സ്തുതി ഗാനങ്ങളായിട്ടവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ശബ്ദാദികളെ ക്രമീകരിക്കുന്നു എന്നർത്ഥം, ശബ്ദാദികളെ ഗ്രഹിക്കുന്നു എന്നർത്ഥം. ഗ്രീഷ്മകാലം സമാഗതമായപ്പോൾ ഇവയിലൊന്നും രമിപ്പാൻ സാധിക്കാതെ അവയിൽ നിന്നകന്ന് ഒരു ജലാശയത്തിൽ സുഖം കണ്ടെത്തുന്നു. അപ്പോൾ ആ ശബ്ദാദികൾ ഗ്രാഹ്യമല്ല. അതിനാൽ ആ അവസ്ഥയെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ശുചി എന്ന ശബ്ദത്തിന് ശൃംഗാരം എന്നും അർത്ഥമാകിയ സ്ത്രീ പുരുഷന്മാരോട് കൂടി ജലക്രീഡയ്ക്ക് ജലാശയത്തെ പ്രാപിച്ചു എന്ന് അർത്ഥം. ഇവിടെ മഹാഭുജ സർപ്പശരീരം പോലെ തടിച്ചു കൊഴുത്ത അങ്ങയുടെ ആ കൈകളിൽ ഏതു സ്ത്രീയുടെ മനസ്സാണ് ആസക്തമാകാതിരിക്കുക? അങ്ങ് ദയ കൊണ്ട് മന്ദഹാസപൂരമായിരിക്കുന്ന കടാക്ഷത്താൽ അനാഥരുടെ ആദി നശിപ്പിച്ച് സഞ്ചരിക്കുന്നു. ശ്രീനാരദൻ പറഞ്ഞു, രാജാവേ, ഇങ്ങനെ ആ ദമ്പതിമാർ അന്യോന്യം സങ്കേതവാക്കുകൾ പറഞ്ഞ് ആ പുരിയിൽ പ്രവേശിച്ച് 100 സംവത്സരക്കാലം സസുഖം താമസിച്ചു. അവിടെ ആ സ്തുതിപാഠകന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടും സ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ടും കുളിച്ച് വേനൽക്കാലത്ത് ക്രീഡാർത്ഥം ഒരു തടാകത്തിൽ പ്രവേശിച്ചു. അപ്പം രാജാവ് പുരിയിൽ പ്രവേശിച്ചപ്പോൾ ലോകത്തിൽ ആ മഹോത്സവം ഉണ്ടായി. രാജാവിനെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്ന സൂതമാഗതാധികൾ അവിടെ നിന്ന് സ്തുതിച്ചിരിക്കുന്നു. സ്ത്രീജനങ്ങളോട് കൂടി ചേർന്ന് ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ് ഉഷ്ണകാലത്തിൽ താപം തീർപ്പാനായിട്ട് ഒരു തടാകത്തിൽ ഇറങ്ങി. അപ്പോൾ ഇതിനു മുമ്പ് രാജൻ അങ്ങനെ അവർ ആ രണ്ടുപേരും പരസ്പരം ചെയ്ത നിശ്ചയപ്രകാരം ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവിടെയുള്ള 9 ദ്വാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ രാജധാനിയിൽ പ്രവേശിച്ചിട്ട് 100 സംവത്സരക്കാലം സന്തോഷിച്ച് ഇരുന്ന ആ അതിനെ ആത്മവശത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിയാകുന്ന ഉപാധിയോട് ജീവൻ ചേർന്നാലും പോരാ, ആ ഭോഗം സിദ്ധിക്കണം എങ്കിൽ ആ സ്ഥൂല ശരീരത്തോടു കൂടി യോജിക്കണം. അതിനാൽ ലിംഗശരീരത്തോടും കൂടെ സ്ഥൂലോപാധിയെ ഞാനെന്ന് അഭിമാനിച്ച് അത് മുതൽ ആ വിഷയഭോഗങ്ങളെ സുഖാസ്പദങ്ങളായി കരുതി സന്തോഷിപ്പിക്കുവാനും തുടങ്ങി എന്ന് ആ ജീവൻ്റെ ഐഹിക ഭോഗ ഭാവത്തെ കഥാരൂപേണ ഇവിടെ സംക്ഷേപിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റത് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ രാജാവ് ആ പുരിയിൽ പ്രവേശിച്ചപ്പോൾ ലോകത്തിൽ മഹോത്സവം ഉണ്ടായി. രാജാവിനെക്കുറിച്ച് സ്തോത്രം ചെയ്യുന്ന സൂതമാഗതാധികൾ അവിടെ നിന്ന് ആ സ്തുതിച്ചിരിക്കുന്നു. സ്ത്രീജനങ്ങളോട് കൂടി ചേർന്ന് ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജാവ് ഉഷ്ണകാലത്തിൽ താപം തീർപ്പാനായിട്ട് ഒരു തടാകത്തിൽ ഇറങ്ങി. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. നാരദൻ പറയുകയാണ്, ഹേ പ്രാചീന ബർഹി, അല്ലയോ പ്രാചീന ബർഹിസേ, ഏവം തൗ ദമ്പതി, ഇപ്രകാരം ആ ദമ്പതിമാര് നിശ്ചയിച്ചുറപ്പിച്ച് പുരിയും പ്രവിശ്യ, ആ പുരിയിൽ പ്രവേശിച്ച് വർഷശതം മുമുദാതെ 100 വർഷക്കാലം സന്തോഷമായിട്ട് അവിടെ ഇരുന്നു. തത്ര എവിടെയൊക്കെ പോയിരുന്നു അവിടെ ഗായകൈർ ലളിതം ഗീയമാന, ഗായകന്മാർ സൂതമാഗത വന്തികള് ലളിതമായിരിക്കുന്ന ആ സ്തുതികളെ പാടി ക്രീഡിച്ചുകൊണ്ട് സ്ത്രീഭിർ നിദാഘേ സ്ത്രീകളെ ചുറ്റപ്പെട്ട് നദീം പ്രവിശൽ, ഒരു സരോവരത്തിൽ നദിയിൽ പ്രവിശത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. നാരദ ഉവാച ഹേ പ്രാചീന ബർഹിസ്തേ. ഇവിടെ നാരദ ഉവാച എന്ന് പറഞ്ഞിട്ട് ആണ് 40
മൂന്നാമത്തെ ശ്ലോകം. ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം മിഥത്താം പ്രവിശ്യ പുരീം രാജൻ മുമുദാദേ ശതം സമേ. അവർ 100 കാലം സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഹി ക്രീഡൻ പരിവൃതഃ സ്ത്രീഭിർ ഹൃദിനീം ആവിശത് ശുചൗ. ആ വർഷകാലത്ത് ആ താപത്തെ ഇല്ലാതാക്കാനായിട്ട് അവർ ആ നദിയിൽ ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ നാരദ ഉവാച ഹേ പ്രാചീന ബർഹി, അല്ലയോ പ്രാചീന ബർഹിസേ, ഏവം തൗ ദമ്പതി നിശ്ചിത്യ, ഇപ്രകാരം ആ ദമ്പതിമാര് നിശ്ചയിച്ചിട്ട് പുരീം, ആ പുരിയിൽ പ്രവേശിച്ച് വർഷശതം മുമുദാതെ 100 വർഷക്കാലം സന്തോഷത്തോടെ ജീവിച്ചു. തത്ര തത്ര, അവിടെ എവിടെയൊക്കെയാണോ അവർ പോയിരുന്നത് അവിടെ ഗായകൈഹി ലളിതം ഗീയമാനഃ, ഗായകന്മാര് ആ സ്തുതികൾ ചൊല്ലി, ക്രീഡൻ ക്രീഡിച്ചു. അങ്ങനെ സ്ത്രീഭിർ നിദാഘേ, സ്ത്രീകളാൽ പരിവൃതമായിട്ട് നദീം പ്രാവിശൽ, നദിയിൽ പ്രവേശിച്ചു അതാണ് അവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ ആത്മപക്ഷത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവൻ ആ സ്ഥൂല ശരീരപ്രാപ്തിക്കായിട്ട് ഗർഭത്തിൽ പ്രവേശിച്ചതിനെ പുരീപ്രവേശമായിട്ട്, ആ ജീവൻ സ്ഥൂല ശരീരപ്രാപ്തിക്കായിട്ട് ഗർഭത്തിൽ പ്രവേശിച്ചതിനെയാണ് പുരീപ്രവേശനം ആയിട്ട് പറയുന്നത്. ജീവനും ആ ബുദ്ധിയും ചേർന്ന് ആ ഗർഭത്തിൽ പ്രവേശിച്ചു. ഗർഭധാരണം മുതൽ ജനങ്ങൾ, സാധാരണ സ്ത്രീകൾ ആ ഗർഭത്തെ പ്രശംസിക്കുന്നതിനെയാണ് ആ വന്തികൾ സൂതമാഗധ വന്തികളുടെ സ്തുതിഗായകന്മാരുടെ സ്തുതിയൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ജാതമാത്രൻ്റെ ജാഗ്രത അവസ്ഥയെ താപകാലമായിട്ടും, അപ്പോൾ ആ ഗർഭത്തിൽ ജനിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ചൂടിനെ സഹിക്കേണ്ടതായിരിക്കുന്ന ആ അവസ്ഥയെ താപകാലമായിട്ട്, സുഷുപ്തി അവസ്ഥയെ തടാകമായിട്ട്, സുഷുപ്തി അവസ്ഥയിലാണ് ആ തടാകത്തിലിറങ്ങുന്നത്, തടാകമായിട്ടും കൽപ്പിച്ചിരിക്കുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന ആ 3 അവസ്ഥകൾക്ക് ആ ജീവൻ അധീനനായിത്തീരുന്നു എന്നുള്ളതാണ് ഇവിടെ അല്പമാത്രം പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗർഭധാരണത്തിലിരിക്കുന്ന ആ ജീവന് ആ ജാഗ്രത, സുഷുപ്തി, സ്വപ്നം എന്ന അവസ്ഥകൾ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ധരിക്കേണ്ടത്. ആത്മപക്ഷത്തിലൂടെ ഇതിൻ്റെ അർത്ഥമായിട്ട്, താത്വികമായിരിക്കുന്ന അർത്ഥമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 45-ാമത്തെ ശ്ലോകം. സപ്തോ പരികൃതാ ദ്വാര പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം തസ്യാം യഃ കശ്ചനേശ്വരഃ സർവോ പരികൃതാ ദ്വാരഃ പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം തസ്യാം യഃ കശ്ചനേശ്വരഃ. അപ്പോൾ അതിൽ ഏതൊരാളാണോ ആ ഉടമസ്ഥൻ, പല ദിക്കുകളിലേക്ക് പോകാനായിട്ട് ആ പുരിയുടെ ആ മുകൾ ഭാഗത്ത് 7 കീഴ്ഭാഗത്ത് 2 നിർഗമദ്വാരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ തസ്യാം, അതിൽ ഏതൊരാളാണോ യഹ കശ്ചന, ഏതൊരാളാണോ ഉടമസ്ഥൻ, അയാൾക്ക് പൃഥക് വിഷയഗത്യർത്ഥം, പല ദിക്കുകളിലേക്കും പോകാനായിട്ട് തസ്യാഹ പുരഹ, ആ പുരിയുടെ ഉപരി മുകൾ ഭാഗത്ത് 7 അധഃ കീഴ്പ്പെട്ടും 2 ദ്വാരഹ നിർഗമദ്വാരങ്ങൾ കൃതാഹ വെച്ചിട്ടുണ്ട്. ആ മന്ദിരത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ആ യാതൊരു ആളാണോ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ആ യാത്രാ സൗകര്യാർത്ഥം മുകൾ ഭാഗത്ത് 7, അതായത് കണ്ണ്, മൂക്ക്, ചെവി, വായ 6,
മുകൾ ഭാഗത്ത് സപ്തം 7 പറയുന്നുണ്ട്. കണ്ണ്, നാസികാദ്വാരങ്ങൾ, ശ്രോത്രങ്ങൾ, മുഖം, ആ മുഖം എന്നിവ എടുത്തിട്ട് 7 ദ്വാരങ്ങൾ. പിന്നെ അധോഭാഗത്ത് 2 ദ്വാരങ്ങൾ, ഗുദവും ഉപസ്ഥവും ആണ് 2 ദ്വാരങ്ങൾ. അങ്ങനെ 2 ദ്വാരങ്ങൾ നിർഗമദ്വാരങ്ങളായിട്ട് ഇതിൻ്റെ ആ ജീവൻ്റെ ഉടമസ്ഥന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനായിട്ട് ഉള്ള 7 ദ്വാരങ്ങളായിട്ട് അവിടെ ഇത്രയും ഉണ്ടെന്നർത്ഥം. അപ്പോൾ തസ്യാഹ അതിൽ യഹ കശ്ചന ഏതൊരാളാണോ ഈശ്വര ഉടമസ്ഥൻ അയാൾക്ക് പൃഥക് വിഷയഗത്യർത്ഥം പല ദിക്കുകളിലേക്ക് പോകാനായിട്ട് തസ്യാഹ പുരഹ ആ പുരിയുടെ ഉപരി മുകൾ ഭാഗത്ത് സപ്ത 7 അധഃ കീഴ്പ്പെട്ട് 2 ദ്വാരഹ നിർഗമദ്വാരങ്ങൾ കൃതാഹ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് തസ്യാം യഹ കശ്ചന ഈശ്വര പൃഥക് വിഷയഗത്യർത്ഥം തസ്യാ പുരഃ ഉപരി സപ്ത അധഃ 2 ദ്വാരഃ കൃതാഹ. എന്നുകൂടി പറയാം. തസ്യാം യഹ കശ്ചന ഈശ്വര പൃഥക് വിഷയഗത്യർത്ഥം തസ്യാഹ പുരഃ ഉപരി സപ്ത അധഃ 2 ദ്വാരഃ കൃതാഹ. അതിൽ ആ ഏതൊരാളാണോ ഉടമസ്ഥൻ ആയിട്ടുള്ളത്, ആ ഈശ്വരൻ ഉടമസ്ഥനായിട്ടുള്ളത്, അയാൾക്ക് പല ദിക്കുകളിലേക്ക് പോകാനായിട്ട് ആ പുരിയുടെ മുകൾ ഭാഗത്തെ 7 കീഴ്പ്പെട്ട് 2 നിർഗമദ്വാരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മന്ദിരത്തിലെ ഉടമസ്ഥനായിട്ട് യാതൊരുവനുണ്ടോ അദ്ദേഹത്തിൻ്റെ യാത്രാ സൗകര്യാർത്ഥം മുകൾ ഭാഗത്ത് 7 കീഴ്ഭാഗത്ത് 2 ദ്വാരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഈ അധ്യായം കഴിയും വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ജാഗ്രത അവസ്ഥയെ വിശദീകരിക്കുകയാണ്. ഈശ്വരൻ എന്നാൽ ഉടമസ്ഥൻ എന്നർത്ഥം. യഹ കശ്ചന എന്നത് യാതൊരാളാണോ എന്ന അർത്ഥത്തിൽ ആ ജീവന് സ്വസ്വരൂപജ്ഞാനം ഇല്ലായ്കയാലാണ് അത് യാതൊരാളാണോ എന്ന് പറഞ്ഞത്. സ്വസ്വരൂപജ്ഞാനം ഉണ്ടെങ്കിൽ അത് ഈശ്വരനായിത്തീരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന ആൾ എന്നറിയില്ലല്ലോ. 2 കണ്ണുകൾ, 2 നാസികാദ്വാരങ്ങൾ, 2 ശ്രോത്രങ്ങൾ, 1 മുഖം എന്നിവയാണ് ഉപരിഭാഗത്തുള്ള 7 ദ്വാരങ്ങൾ. അധോ ഭാഗത്ത് ഗുദവും ഉപസ്ഥവും. അപ്പം ശരീരത്തിലെ ദ്വാരങ്ങളെ ഒരു പുരത്തിൻ്റെ ദ്വാരങ്ങളായിട്ട് കൽപ്പിക്കുന്ന സമ്പ്രദായം കഠോപനിഷത്തിലുള്ളതാണ്. ദേഹത്തിൽ നാഭിദ്വാരവും ബ്രഹ്മരന്ധ്രവും ഇവിടെ പറഞ്ഞ 9 കൂടി ആകെ 11 ദ്വാരങ്ങളാണ് പറയണത്. 11 ദ്വാരങ്ങളാണെന്നും അതിലുണ്ട്. പുരം ഏകാദശദ്വാരമജസ്യ വക്രതേജസ അനുഷ്ഠായ ന ശോചതി വിമുക്തശ്ച വിമുച്യതേ ഏതദ്വൈ തത് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിത്യജ്ഞാനസ്വരൂപിയും ജന്മാതിരഹിതനും അവിദ്യാമുക്തനും ആയിരിക്കുന്ന ആത്മാവിൻ്റെ ആവാസസ്ഥാനമാണ് 11 ദ്വാരങ്ങളോട് കൂടിയിരിക്കുന്ന ഈ പുരമാകുന്ന ശരീരം. നാഭിയും ബ്രഹ്മരന്ധ്രവും യോഗസാധനകൾക്കാകയാൽ ഇവിടെ പറയാത്തതാണ്. നാഭി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രദേശം, നാഭിപ്രദേശം, പിന്നെ ബ്രഹ്മരന്ധ്രം, മൂർധാവ്, അത് 2 സാധനയ്ക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിന് ഇവിടെ പറയണില്ല. ശബ്ദാദികളായിരിക്കുന്ന തന്മാത്രകളെ ഗ്രഹിക്കുന്നത് ഉപരിഭാഗത്തുള്ള ശ്രോത്രാദികളിലൂടെയാണ്. അതുപോലെ വിസർജനം, രതിസുഖാനുഭൂതി മുതലായവ അധോഭാഗത്തുള്ള ആ ഗുദാദികളിൽ കൂടിയാണ്. ഇങ്ങനെയുള്ള ആ 7 2 9 ദ്വാരങ്ങളും പിന്നെ ബ്രഹ്മരന്ധ്രവും പിന്നെ നാഭിയും ചേർന്നതാണ് ഏകാദശം. 11 ആ ദ്വാരങ്ങളെ പറ്റിയിട്ട് ഇവിടെ പറയണം. അപ്പം ഇതിലത്തെ അർത്ഥം വന്നിട്ട് ആ പുരിയിലെ സ്വാമിക്ക് വിഭിന്ന ദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് മുകളിൽ 7 താഴെ 2 ഇപ്രകാരം 9 ദ്വാരങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒമ്പത് ദ്വാരങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജധാനിയിൽ 9 ദ്വാരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ദ്വാരങ്ങൾ ഏതേത് സ്ഥാനങ്ങളിലാണെന്ന് കാണിക്കുന്നു. ആ രാജധാനിയുടെ മുകളിൽ 7 മാർഗങ്ങളും താഴത്ത് 2 മാർഗങ്ങളുമാണുള്ളത്. ആ രാജധാനിയിൽ വസിക്കുന്ന രാജാവ് അവയിൽ ഓരോന്നിൽ കൂടി
അദ്ദേഹത്തെ രാജ്യവിഭാഗങ്ങളെ സന്ദർശിപ്പാനാണ് ആയിട്ട് സഞ്ചരിക്കുന്നു. ശരീരത്തിൻ്റെ ഉപരിഭാഗമായിരിക്കുന്ന മുഖത്തിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, നാസികകൾ, മുഖം ഇങ്ങനെ ഏഴും അധോഭാഗത്ത് ഗുദം, ലിംഗം ഇങ്ങനെ 2 കൂടെ 9 വഴികൾ. പിന്നെ രൂപഗന്ധ ശബ്ദസ്പർശാദി വിഷയങ്ങളിലേക്ക് മുകളിലേക്കുള്ള വഴികളിൽ കൂടെയും രതിസുഖാനുഭവത്തിനും വിസർജനത്തിനും അധോമാർഗങ്ങളിൽ കൂടിയും ആ ജീവൻ സഞ്ചരിക്കുമെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. അങ്ങനെ തത്ര ഗായകൈർ ലളിതം ഗീയമാനഃ ക്രീഡൻ സ്ത്രീഭിർനിദാഖേ നദീം പ്രാവിശത് യസ്യാഹ പുര്യാം സപ്തോപരി ദ്വാരാണി. അങ്ങനെ ആ പുരിയിൽ ഉപരിഭാഗത്ത് 7 ദ്വാരങ്ങൾ. യസ്യാഹ പുര്യാഹ സപ്തോപരി ദ്വാരാണി ദ്വേ അധ 2 ദ്വാരങ്ങൾ താഴത്തേക്കും ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ വ്യാഖ്യാനത്തിൽ. അപ്പോൾ യസ്യാഹ പുര്യാഹ സപ്തോപരി ദ്വാരാണി ദ്വേ അധഃ എന്ന് പറയുന്നു. ബാക്കിയുള്ള അടുത്ത ശ്ലോകത്തിലാണ് ബാക്കിയുള്ള അതിനെ പറ്റിയിട്ട് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.